ഫുൾ ക്രെഡിറ്റ് ഉള്ളത്. ജാൻചേട്ടാ ഇന്റർവ്യൂസിൽ രമേശേട്ടൻ ഒത്തുപിടിച്ച് നിൽക്കുന്നുണ്ട്. ജാൻചേട്ടാ പിൻഗാമിയായിട്ട് രമേശേട്ടനെ കാണുന്നുണ്ടോ? കല്ല് വെച്ചിട്ട് കാണില്ല ചേട്ടാ, എന്റെ പിൻഗാമിയാക്കിയടാ. എന്തൊരു കഷ്ടാടാ ഇവന്മാരുണ്ട്. ഞാൻ ആ മത്സരത്തിന് ഇല്ല. സത്യം പറയട്ടെ, ഭയങ്കര അസൂയോടെ ഞാൻ ഈ മത്സരത്തിന് ഇതിത്ര ഒരു മത്സരമാണ്, ഒരു മത്സരമായിട്ടല്ല ഞാൻ വന്നത്. പറഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴേ ഇത് മത്സരമാക്കി ചിലര്. അവൻ അതിലടിച്ചു, ഇവൻ അതിലടിച്ചു, ഇവൻ അങ്ങോട്ട് പറഞ്ഞു. ഞാൻ പൊതുവെ ഒരു ഇന്റർവ്യൂ, നമുക്കൊരു ഇന്റർവ്യൂവിന്റെ പോക്ക്, ഇപ്പൊ ഒരാള് സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഇപ്പൊ സംസാരിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും കൗണ്ടർ അടിക്കുക, തിരിച്ചു പറയുക, അതിനപ്പുറം ആ മൊത്തം സെഷൻ ഇൻട്രസ്റ്റിംഗ് ആക്കുക എന്നുള്ളതാണ് ഞാൻ എപ്പോഴും ചിന്തിക്കുക. കാരണം ഞാൻ ബാക്കിയുള്ളവർക്ക് ഒരു സ്പേസ് കൊടുത്തിട്ടും ബാക്കിയുള്ളവര് സംസാരിക്കട്ടെ, അല്ലെങ്കിൽ അവർ സംസാരിക്കട്ടെ, ജീവനും ജീവക്ക് ചില കാര്യങ്ങൾ ഇട്ട് പറയാനുള്ള ഗ്യാപ്പ്. ഇപ്പൊ ഞാൻ ബേസിലൂടെ വർഷം കേസ് ചെയ്യുന്ന സമയത്തും നമ്മൾ അവർക്കൊരു സാധനം ഇട്ട് കൊടുത്താൽ മാത്രമേ അവർ തിരിച്ച് കൗണ്ടർ അടിക്കുള്ളൂ. അപ്പൊ നമ്മൾ അങ്ങോട്ട് പറയാനും ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടാവണം. അപ്പോൾ എല്ലാം ചിലവരിപ്പോ രമേശന്റെ കേസിൽ രമേശൻ കോൺസ്റ്റന്റ് ആയിട്ട് അടുത്തെന്ത് പറയണം എന്നുള്ള ഡീപ്പ് തിങ്കിങ് ആണ്. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, ഇന്റർവ്യൂ ശ്രദ്ധിച്ചാൽ മതി, നമ്മളൊരു സാധനം അടിച്ചിട്ട് അവിടെ ചിരിച്ചോണ്ടിരിക്കുമ്പോഴും രമേശനല്ലേ ഇപ്പൊ ഒരെണ്ണം അടിച്ച് ഇതിന്റെ മുകളിൽ അടിക്കണം. ശ്രദ്ധിച്ചാൽ മതി, കെയർഫുൾ ആയി ശ്രദ്ധിച്ചാൽ നിനക്ക് മനസ്സിലാവും. എപ്പോഴും ബാക്കിയുള്ളവരുടെ തമാശക്ക് ചിരിക്കൂല. ഞാന് വളരെ പണ്ട് ഞാനും ധർമ്മനും ഒക്കെ പരിപാടി ചെയ്യുന്ന സമയത്ത് തന്നെ റഫ് മാസ്റ്റേഴ്സ് ഒക്കെ തന്നെ ഞങ്ങൾ അങ്ങനെ അത്ര ചിരിക്കാതെ വളരെ സീരിയസ് ആയിട്ട് നർമ്മം പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. നിന്റെ അച്ഛൻ തമാശ പറയുമ്പോ അദ്ദേഹം പറയുന്ന നിമിഷം വരെ നമുക്കൊരു തമാശ വരുമെന്ന് മനസ്സിലാവില്ല, അതുപോലെ നിൽക്കുമായിരുന്നു. ഞാൻ അദ്ദേഹത്തിനെയൊക്കെ കണ്ടു വളർന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ അപ്പോ നീ പറഞ്ഞ് തീരുന്നവരെ ഞാൻ മിണ്ടിയിട്ടില്ല. അപ്പോ ഈ തമാശ പറയുന്നതിന് കുറച്ച് മുമ്പേ ആക്ഷനുകൾ തുടങ്ങി. അത് കഴിഞ്ഞ് പറഞ്ഞു ഞാനൊക്കെ വളരെ നിശബ്ദമായിരുന്നത് സൈഡിൽ കൂടെ അടിച്ച് പണ്ടിങ്ങനെ ഈ ഫോണിൻ പ്രോഗ്രാമുകളുള്ള കാലത്ത് ഫോൺ പിടിച്ച് നർമ്മം പറഞ്ഞ് ശീലിച്ചതാണ്. പിന്നെ അതൊക്കെ നിർത്തി എത്രയോ നാട് കഴിഞ്ഞിട്ട് നിന്റെയൊക്കെ ഇടയിൽ വന്ന് പെട്ടത്. അന്നാണ് എന്റെ തലയിലെ ഏതോ ഞെരമ്പിൽ കൂടെ ഒക്കെ കുറെ നാളിന് ശേഷം കറണ്ട് ഓടുന്നത്. അതുവരെ ഒന്നും ഞാൻ ഇങ്ങനത്തെ കൗണ്ടർ വെച്ചിട്ട് കുറെ നാളായി. നീ എടുത്തോ, നീ തന്നെ ഇവിടുത്തെ രാജാവ്, വേറെ ആരുമില്ല. നീ കാരണമല്ലേ ഇപ്പൊ കപ്പൽ മുതലാളി പിന്നെ വന്നത്. പിന്നെ നീ അല്ല രാജാവ് എന്ന് പറയേണ്ട കാര്യം എന്തിരിക്കുന്നത്? എന്റെ ഡിജിറ്റൽ ഫാൻസിന് വലിയ വിലയിലായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞപ്പോ ഇത് വലിയ കാര്യം എടുത്തില്ല. അയ്യോ എന്റെ പൊന്നട. അപ്പൊ പലപ്പോഴും നമ്മൾ